കഥ റാംപൂരിലുള്ള നന്ദുവിന്റെ കഥയാണ്. നന്ദു തന്റെ കുടുംബത്തോടൊപ്പം റാംപൂരിൽ ജീവിച്ചു വന്നു. പറയണമെങ്കിൽ നന്ദു അവിടെ മരജോലി ചെയ്യുന്നവനാണ്. പക്ഷെ അവന്റെ സ്വപ്നം എന്താണെന്ന് വെച്ചാൽ ട്രെയിനിൽ TC ആകണമെന്ന്. ഇപ്പോഴൊക്കെ എന്റെ കസ്റ്റമേഴ്സ് കൂടുതലായതുകൊണ്ട് എനിക്ക് കുറച്ചുപോലും എന്റെ പഠിപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചേട്ടാ, എന്താ നന്ദൂട്ടാ, നിങ്ങള് എനിക്ക് വേണ്ടി മരത്തിൽ ഒരു കബോർഡ് ചെയ്തു തരണം. ഞാൻ ചെയ്തു തരാം ഏട്ടാ, പക്ഷേ കുറെ സമയം എടുക്കും. നോക്കിക്കോളൂ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലോടും പറഞ്ഞ് ചെയ്യിപ്പിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഇത്തിരി ആണവം വന്നിട്ടുണ്ട്, മുന്നേ പോലെ അല്ലല്ലോ. ശരി വിടി, ഞാൻ വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കാം. നന്ദു വളരെ നല്ലവനായ മരവ്യാപാരിയാണ്. അതുകൊണ്ട് എല്ലാവരും അവനോടാണ് സാധനങ്ങൾ ചെയ്യുക. അതുകാരണം നന്ദു തനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാൻ പറ്റാതെയായി. പിന്നെ അവൻ ചെന്ന് ഇക്കാര്യം തന്റെ അമ്മ രൂപ്മതിയോട് പറഞ്ഞു. അമ്മേ, എനിക്ക് വിഷമമായിരിക്കുന്നു. എല്ലാവരും എന്റെ അടുത്ത് തന്നെ വന്ന സാധനങ്ങൾ ചെയ്യാൻ പറയുന്നു. അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റില്ലെന്ന് ആ കാര്യം വിടൂ. എനിക്ക് മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. എന്ന് വെച്ചാൽ അത് വളരെ നല്ല കാര്യമാണ്. നിന്നിൽ പണം ഉണ്ടാക്കാനുള്ള നല്ല കലയുണ്ട്. അത് ഉപയോഗിച്ച് നീ ഈ ജോലി വേണം ചെയ്യാൻ. നീ വേറെ എവിടെയെങ്കിലും ചെന്ന് ജോലി ചെയ്യേണ്ട ആവശ്യം എന്താണ് മോനെ? അല്ലമ്മേ, എനിക്ക് ട്രെയിനിൽ TC അല്ലെങ്കിൽ മോട്ടോർമാൻ ആവണം. എന്തായാലും ശരി. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യേ, ഇന്ന് വൈകുന്നേരത്തെ ട്രെയിനിൽ കയറി നീ മിണ്ടാതെ നിന്റെ മാമന്റെ വീട്ടിലേക്ക് പോ. എന്തുകൊണ്ടാണെന്നാൽ കുറച്ചു ദിവസമെങ്കിലും നിന്റെ ചിന്ത ശാന്തമാകുമല്ലോ. നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണമ്മേ, ഞാൻ അങ്ങനെ ചെയ്യാം. അതുകൊണ്ട് കുറച്ചു കാലത്തേക്ക് ഞാൻ സമാധാനത്തോടെ ഇരിക്കും. നന്ദു തന്റെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ നോക്കി നടന്നുപോയി. പിന്നെ അവൻ ആ സ്ഥലത്ത് ട്രെയിനിന് വേണ്ടി കാത്തുനിന്നു. ട്രെയിന് വരാൻ കുറെ സമയാവെന്ന് തോന്നുന്നു. അതുവരെ നമുക്ക് എന്ത് ചെയ്യാം? എത്രയാ നമ്മൾ റെസ്റ്റ് എടുക്കുന്നേ? ആ സമയത്താണ് അവിടെ ഒരു പെൺകുട്ടി വന്നത്. പിന്നെ അവൾ നന്ദുവിനോട് പറഞ്ഞു, അല്ല നന്ദു, നീ ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ആരാണ് നിങ്ങളെ എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ എന്റെ വീട്ടിന്റെ കതക് ചെയ്തു തന്നത് നീയാണ്. ആ കതക് നീ നല്ല ബലമായി ചെയ്തു തന്നിട്ടുണ്ട്. അത് ഇന്നും അങ്ങനെ തന്നെ ഉണ്ട്. ആ, വളരെ നന്ദി. പക്ഷേ നിങ്ങളെന്താ പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നേ? എന്താ കാര്യം? ഞാൻ എവിടേക്കും പോകാൻ വേണ്ടി വന്നതല്ല. നിനക്ക് കാര്യമറിയില്ലേ, നഗരത്തിനു പുറത്ത് ട്രെയിൻ ഡ്രൈവർ പിന്നെ TC ജോലിക്കുള്ള എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിനെ കുറിച്ച് ഞാനും പേപ്പറിലെ വാർത്ത വായിച്ചു. ഇതില് എനിക്കും പോയി പങ്കെടുക്കാൻ പറ്റുമോ? ഇതിൽ ഒരുപാട് പഠിച്ച പിന്നെ ഗ്രാജുവേറ്റ് കുട്ടികളൊക്കെ അവരുടെ സെലക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെ നിന്നെ പോലെ മരജോലി ചെയ്യുന്നവന് എന്താണുള്ളത്? നീ ആരുടെ വീട്ടിലെങ്കിലും ചെന്ന് കഥക് അല്ലെങ്കിൽ കബോർഡ് ചെയ്തു കൊടുക്ക്. അവൾ പറഞ്ഞത് കേട്ടതും നന്ദുവിന് ഒരുപാട് ദേഷ്യം വന്നു. അവൻ അവിടെ നിന്നും തന്റെ മാമന്റെ വീട്ടിലേക്ക് പോകാതെ ജോലി കിട്ടണമെന്നതിനു വേണ്ടി ആ പെണ്ണിന്റെ പുറകെ പോയി. ഈ സ്ഥലത്തില് എത്രയാ പഴയ ട്രെയിൻ ഉള്ളത്? പക്ഷെ ഇവിടെ എന്താ നടക്കുന്നത്? അപ്പോഴാണ് നന്ദു അവിടെ നിന്നുകൊണ്ടിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥനെ കണ്ടത്. യുവത്വമുള്ളവരും പെണ്ണുങ്ങളും ഏതു ജോലി പ്രതീക്ഷിച്ചാണോ അവിടേക്ക് വന്നത് അവരോടൊക്കെ അദ്ദേഹം പറഞ്ഞു, ഈ ട്രെയിന് വെള്ളക്കാരന്മാരുടെ സമയം തൊട്ടന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നേ. ആരാണോ ഈ ട്രെയിന് ശരിയായിട്ട് ഉപയോഗിക്കുന്നേ, ഞങ്ങൾ അവർക്കാണ് ജോലി തരിക. അങ്ങനെയാണ് എന്റെ ജോലി കൺഫേം. ആ സർക്കാർ ഉദ്യോഗസ്ഥൻ ഇതുമാത്രം പറഞ്ഞിട്ട് അവിടെ നിന്നും പോയി. അപ്പോഴാണ് നന്ദു ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെന്നത്. എനിക്കും ഈ റെയിൽവേ ഗവൺമെന്റ് ജോലിയിൽ പങ്കെടുക്കാൻ പറ്റുമോ? നീ ഇവിടെയും എത്തിയോ? ഇതെന്താ വെറുതെ കഥക് ചെയ്യുന്ന പരിപാടിയാണെന്ന് കരുതിയോ? ഇത് നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ആ പെൺകുട്ടി എല്ലാവരുടെ മുൻപിലും നന്ദുവിനെ കളിയാക്കി സംസാരിച്ചു. നന്ദു അവിടെ നിന്നും പോയി. പിന്നീട് അവൻ ആലോചിക്കാൻ തുടങ്ങി. ഇവർക്ക് എല്ലാവർക്കും ഇവരുടെ കാട്ടിൽ ഒരു നല്ല ട്രെയിൻ കണ്ടുപിടിച്ച് കാണിക്കാം. അതിന് ഞാൻ ഓട്ടിക്കൊണ്ടുപോകും. നന്ദു അപ്പോൾ തന്നെ ഒരു തീരുമാനമെടുത്തു. പിന്നെ കാട്ടിൽ നിന്നും ഒരുപാട് മരങ്ങൾ അവൻ വെട്ടിക്കൊണ്ടുവന്നു. പിന്നെ ഇതുകൊണ്ടൊരു ട്രെയിൻ ഉണ്ടാക്കണമെന്ന് അവൻ തീരുമാനിച്ചു. 8 ടയറുകൾ ഉള്ളത്. നന്ദു രാത്രി പകലായി ജോലി ചെയ്ത് ട്രെയിനിന്റെ രൂപത്തിലുള്ള ഒരു ഡ്യൂപ്ലിക്കേറ്റ് മര ട്രെയിൻ അവൻ ചെയ്തു. അത് കാണാൻ ഒറിജിനൽ ട്രെയിൻ പോലെ തന്നെയുണ്ട്. ഈ കാര്യം ഗ്രാമം മൊത്തം പരന്നു. നന്ദുവിന്റെ മര ട്രെയിനിനെ കുറിച്ച് ഗ്രാമത്തിലെ എല്ലാരും തന്നെ അറിഞ്ഞു. ഞാൻ ഇതിന്റെ പണിയൊക്കെ തീർത്തു. ആദ്യം ഇതിനെ പുറത്തു കൊണ്ടുവരണം. ഒരുപക്ഷെ ഇത് ഓടിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാ പാവപ്പെട്ടവർക്കും മര ട്രെയിന് സഹായത്തോടെ എല്ലാ സ്ഥലങ്ങളും ചുറ്റി നോക്കും. ഇതിൽ എഞ്ചിൻ മാത്രം വെച്ചാ മതി, എന്റെ പണി കഴിയും. നന്ദു ഓരോരോ സ്ഥലത്തായി ചെന്ന് എഞ്ചിൻ തേടുകയായിരുന്നു. ചേട്ടാ, നിങ്ങൾക്ക് ട്രെയിന് അല്ലെങ്കിൽ പഴയ വണ്ടിന്റെ എഞ്ചിൻ എന്തെങ്കിലും ഉണ്ടോ? ട്രെയിൻ എഞ്ചിനോ? നിനക്ക് പ്രാന്ത് എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടോ?
ഇവിടെ ട്രെയിൻ എഞ്ചിൻ എങ്ങനെ കിട്ടുക? ഇവിടെ നോക്കൂ, ഞാൻ മരത്തിലൊരു ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ അതിൽ വെക്കാനായിട്ട് എഞ്ചിൻ പോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് തന്ന് നിങ്ങൾ സഹായിക്കുമോ? മര ട്രെയിനോ? ആ, ഞാനും കേട്ടിട്ടുണ്ട്. ഒരു ബുദ്ധിയില്ലാത്തവൻ മര ട്രെയിൻ ഉണ്ടാക്കുന്നു. അത് നീയാണോ? അതെ അതെ, അത് ഞാനാണ്. എന്റെ മര ട്രെയിൻ മാത്രം ഓടാൻ തുടങ്ങിയാൽ അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. ദേ ഇവിടെ നോക്ക്, എന്റെ അടുത്ത് ഒരു എഞ്ചിനും ഇല്ല. പക്ഷെ നമ്മുടെ ഗ്രാമത്തിന്റെ അടുത്ത് കുറച്ച് കുളങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിനക്ക് പഴയ വണ്ടിന്റെ എഞ്ചിൻ സാധനങ്ങളൊക്കെ കിട്ടും. ആ കുളത്തിൽ വീണിരിക്കുന്ന എഞ്ചിന്റെ സാധനങ്ങളൊക്കെ ഇനി അത് ഒരിക്കലും പ്രയോജനപ്പെടില്ല. അവിടെ വേണമെങ്കിൽ നീ ചെന്ന് നോക്ക്. നന്ദു ആ കടക്കാരൻ പറഞ്ഞത് കേട്ടിട്ട് ആ കുളത്തിലേക്ക് അവൻ ചെന്നു. ആ കുളത്തിൽ ഒരുപാട് രീതിയിലുള്ള ഉടഞ്ഞുപോയ വണ്ടികളൊക്കെ കിടപ്പുണ്ടായിരുന്നു. അത് അവൻ കണ്ടു. ആ വണ്ടികളിൽ നിന്നും ഒരു വണ്ടിയുടെ എഞ്ചിൻ തോളിലെടുത്തുകൊണ്ട് അത് അവിടെ നിന്നും ചുമന്നുകൊണ്ട് അവിടെ നിന്നും വന്നു. അപ്പോൾ അതിൽ നിന്നും ഒരു ആത്മാവ് പുറത്തേക്ക് വന്നു. നീ എന്നെ ഈ കുളത്തിലിരുന്ന് എടുത്ത് എന്നെ വിടുവിച്ചിരിക്കുകയാണ്. നിനക്ക് ഒരുപാട് നന്ദിയുണ്ട്. നന്ദു ആത്മാവിനെ കണ്ട് ഒരുപാട് പേടിച്ചു പോയി. പിന്നെന്താ, അവൻ ആ എഞ്ചിനും കൊണ്ട് അവിടെ നിന്നും ഓടാനായി ശ്രമിച്ചു. ഒരു മിനിറ്റ്, നീ പേടിക്കണ്ട. നീ എന്നെ സഹായിച്ചിരിക്കുകയാണ്. ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. ചോദിക്ക്, നിനക്ക് എന്ത് ആവശ്യമാണ് വേണ്ടത്? സത്യമാണോ? എനിക്ക് എഞ്ചിൻ മാത്രമാണ് വേണ്ടത്, വേറെ ഒന്നുമില്ല. എന്നെ ഒന്നും ചെയ്തേക്കല്ലേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചെല്ല്, ഈ എഞ്ചിൻ എടുത്തോണ്ട് പോയിക്കോ. നീ ഏത് വണ്ടിയിൽ എഞ്ചിനെ ഫിക്സ് ചെയ്യുന്നു, അതിൽ എന്റെ മന്ത്രങ്ങളുടെ ശക്തി കൊണ്ട് അവിടെ നിന്ന് നിന്റെ വണ്ടി അപ്പൊ തന്നെ 1 മിനിറ്റ് കൊണ്ട് തയ്യാറാവും. ഇക്കാര്യം പറഞ്ഞിട്ട് ആ ആത്മാവ് അവിടെ നിന്നും മാഞ്ഞുപോയി. നന്ദു ആ എഞ്ചിൻ എടുത്തുകൊണ്ട് അവന്റെ വീട്ടിലേക്ക് നടന്നുപോയി. പിന്നെ ആ എഞ്ചിൻ അവന്റെ മര ട്രെയിനിൽ അവൻ ഘടിപ്പിച്ചു. ആ എഞ്ചിൻ ഘടിപ്പിച്ചതും തന്നെ ആ മര ട്രെയിൻ തിളങ്ങാൻ തുടങ്ങി. എന്തോ പുതിയതായിട്ട് തോന്നിയതുപോലെ എന്ന് വെച്ചോളൂ. നന്ദുവിന്റെ മര ട്രെയിൻ ഇപ്പോൾ മാന്ത്രിക മര ട്രെയിനായി മാറിക്കഴിഞ്ഞു. ഇതിനെ നമ്മൾക്ക് ഒരു പ്രാവശ്യം ഓട്ടി നോക്കാം. ജയ് ശ്രീറാം. ഇന്ന് ആദ്യത്തെ ദിവസമാണ്. ഞാൻ എല്ലാവരെയും വിളിച്ചു കൊണ്ടുപോയി ഇന്ന് ഒരു നല്ല ട്രെയിനാക്കി മാറ്റും. നന്ദുവിന്റെ മര ട്രെയിൻ ഓടാൻ തുടങ്ങി. അതിൽ കയറുന്ന എല്ലാരെയും തന്നെ ഒരു നിമിഷത്തിൽ തന്നെ അവര് പോകേണ്ട സ്ഥലത്ത് ആ ട്രെയിൻ എത്തിക്കും. എന്റെ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കാണ്. നിങ്ങൾ എന്നെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവോ? നിങ്ങളുടെ മര ട്രെയിനെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. നിങ്ങൾ മാത്രം അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ നല്ല കാര്യങ്ങളും വരും. വരൂ, ജനങ്ങളെ വിളിച്ചുകൊണ്ട് പോണം, പിന്നെ വിടണം. ഇതാണല്ലോ എന്റെ പണി. വരൂ. അദ്ദേഹത്തെ ഈ മാന്ത്രിക മര ട്രെയിനിന്റെ സഹായം കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നന്ദു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വിട്ടു. ഒരുപാട് നന്ദി ചേട്ടാ. നിങ്ങളുടെ ഈ സഹായത്തിനെ ഞാൻ ഒരിക്കലും മറക്കില്ല. ഇത് കാരണം നന്ദുവിന് ഒരു വലിയ പേര് കിട്ടി. ആ മര ട്രെയിനിന്റെ സഹായം കൊണ്ട് എല്ലാരും വളരെ സന്തോഷത്തോടെ ഇരുന്നു. ഇക്കാര്യം സീമയുടെ കാതുകളിലും എത്തി. അപ്പോൾ സീമ അവനെതിരായിട്ട് ഗൂഢാലോചന ചെയ്യാൻ തീരുമാനിച്ചു. ആ നന്ദു ചെറുക്കനെ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഇതെല്ലാറ്റിനും കാരണം ആ എഞ്ചിൻ തന്നെയാണ്. ഞാൻ ആ മര ട്രെയിനിൽ നിന്നും ആ എഞ്ചിൻ മോഷ്ടിക്കാൻ പോവുകയാണ്. കത്തുന്ന തീ അണച്ചു കഴിഞ്ഞാൽ തിളയ്ക്കുന്നത് താനേ നിന്നുപോകും. ഇത് പറഞ്ഞിട്ട് സീമ അതുപോലെ തന്നെ ചെയ്തു. ആ എഞ്ചിൻ മോഷ്ടിക്കാനായി നന്ദുവിന്റെ വീട്ടിനരികിലേക്ക് ചെന്നു. അവിടെ ചെന്ന് അവൾ നോക്കിയപ്പോൾ ആ മര ട്രെയിൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവൾ ആ ട്രെയിനിനടുത്തേക്ക് ചെന്ന് അത് മോഷ്ടിക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ അടുത്തു ചെന്ന് അത് തൊട്ടതും തന്നെ എഞ്ചിനിൽ നിന്നും കറണ്ട് വരാൻ തുടങ്ങി. ആ കറണ്ട് കാരണം സീമയ്ക്ക് ഭയങ്കരമായി ഷോക്ക് അടിച്ചു. അയ്യോ, ആരെങ്കിലും രക്ഷിക്കണേ, കറണ്ട് കറണ്ട്. സീമ കരയുന്ന ശബ്ദം കേട്ട് നന്ദു ആ സ്ഥലത്തേക്ക് വന്നു. പിന്നെ ഒരു മരക്കഷ്ണം വെച്ച് അവളെ അടിച്ച് അവളെ അതിൽ നിന്നും രക്ഷപ്പെടുത്തി. വളരെ നന്ദി നന്ദു, നീ എന്റെ ജീവൻ രക്ഷിച്ചു. നീ ഇവിടെ എഞ്ചിനെ മോഷ്ടിക്കാനാണോ വന്നത്? ഇത് ഭയങ്കര തെറ്റായ കാര്യമാണ്. ഞാൻ വലിയ തെറ്റ് ചെയ്തു. ദയവായി നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നെ മുഴുവനായിട്ട് ക്ഷമിക്കണമെങ്കിൽ നീ എന്നോടൊപ്പം ചേർന്ന് ഈ മര ട്രെയിനിൽ ജോലി ചെയ്യണം. ഇതൊക്കെ നീ എന്നോട് ചോദിക്കണോ? ഞാൻ തീർച്ചയായും ജോലി ചെയ്യാം. സീമയും നന്ദുവും ചേർന്ന് ഇപ്പോൾ ആ മര ട്രെയിനിൽ ഗ്രാമത്തിലെ ജനങ്ങളെ ആ സ്ഥലത്ത് കൊണ്ടെത്തിക്കാൻ തുടങ്ങി. ഹരിയയും ധാരയും പാവപ്പെട്ട ദമ്പതികളാണ്. അവരുടെ ഒരേ ഒരു മകനാണ് ഗോപാൽ. ഗോപാൽ നന്നായിട്ട് പഠിക്കുകയും എഴുതുകയും ചെയ്യും. എപ്പോഴും ക്ലാസ്സിൽ അവനാണ് ഫസ്റ്റ്. കണ്ടില്ല അച്ഛാ, ഞാൻ വീണ്ടും ഫസ്റ്റ് റാങ്ക് വന്നിട്ടുണ്ട്. ഈ പ്രാവശ്യം മാസ്റ്റർ എനിക്ക് ചോക്ലേറ്റ് വാങ്ങി തന്നിട്ടുണ്ട്. വാ, അടിപൊളി തന്നെ മോനെ. ഇങ്ങനെ ഞങ്ങളുടെ പേര് എപ്പോഴും രക്ഷിക്കണം ഗോപാൽ. ശരിയമ്മേ. എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. ഇപ്പൊ അടുത്തുള്ള ഗ്രാമത്തിൽ വലിയ സ്കൂളിലേക്ക് ഞാൻ പോവുകയാണ്.
തൊട്ടടുത്തുള്ള ഗ്രാമത്തിലുണ്ടല്ലോ, അതാണോ? ഹാ ഹാ. അതൊരുപാട് ദൂരെയില്ലേ? ഇത്രയും ദൂരം നീ എങ്ങനെ പോകാനാ? മാ, ഞാൻ തീർച്ചയായിട്ടും പോവാമേ. എന്റെ കുറെ കൂട്ടുകാരൊക്കെ ആ സ്കൂളിൽ തന്നെയാണ് ചേരാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ പോവും. ഇത് വളരെ നല്ല കാര്യം തന്നെയാണ്. നിന്റെ കൂടെ നിന്റെ ഫ്രണ്ട്സും ഉണ്ടാവല്ലോ. മഴക്കാലത്തിൽ മാത്രമാണ് വളരെ കഷ്ടമായിട്ടുണ്ടാവുക. 5 കിലോമീറ്റർ ഉണ്ടല്ലോ, നടന്നു തന്നെ പോണം. നനയേണ്ട ആവശ്യമില്ല, ഞങ്ങൾ നിനക്കൊരു കുട വാങ്ങിത്തരാം. അമ്മേ, നമ്മളടുത്ത് ഭക്ഷണം കഴിക്കാൻ പോലും കാശില്ല. കൊടയ്ക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യാനമ്മേ? മോനെ, നീ മാത്രം എനിക്ക് സമയം തന്നേക്ക്. ഞാൻ നിനക്ക് 1 മാസം കൊണ്ട് തന്നെ പൈസ ഉണ്ടാക്കിയിട്ട് ആ കൊട ഞാൻ നിനക്ക് വാങ്ങിത്തരാം. സത്യമാണോ അച്ഛാ? അതെ മോനെ, നീ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കണ്ട, നിന്റെ പഠിത്തത്തെക്കുറിച്ച് ആലോചിച്ചാൽ മതി. ഹരിയ മുളക്കമ്പുകൾ കൊണ്ട് കൂട ചെയ്തു വിൽക്കുന്ന ഒരു തൊഴിലാളിയാണ്. അദ്ദേഹം കാട്ടിനകത്ത് ചെന്ന് വലിയ മുളക്കമ്പുകൾ വെട്ടിക്കൊണ്ടുവരും. പിന്നീട് അതുപയോഗിച്ച് മുളക്കൂടകൾ ഉണ്ടാക്കും. ആ കൂടകൾ വിൽക്കാൻ വേണ്ടി അവൻ ദൂരെയുള്ള കടകളിലേക്ക് പോകും. കൂട വാങ്ങിച്ചോളൂ, കൂട 30 റുപ്യ, 40 റുപ്യ, 50 റുപ്യ. ആ കൂട എത്ര രൂപയാണ്? 50 റുപ്യുള്ളൂ മോളെ. എന്റെ ദൈവമേ, ഇത് വില വളരെ അധികമാണല്ലോ. ആ കൂട 30 രൂപയ്ക്ക് തരുന്നെങ്കിൽ തരൂ. അത്രയും കുറവായിട്ട് എനിക്ക് തരാൻ പറ്റില്ല മോളെ. ഇല്ല ഇല്ല, 30 രൂപയെ തരുള്ളൂ. ശരി മോളെ, നിങ്ങൾ എടുത്തിട്ട് പോയിക്കോ. എല്ലാ കസ്റ്റമേഴ്സും അവനെ ഒരുപാട് പറ്റിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഹരിയയുടെ വരുമാനം വളരെ കുറവായിരിക്കുന്നത്. കാശ് വളരെ കുറവാണല്ലോ. ഇതുപയോഗിച്ച് ഗോപാലിന് നമ്മൾ എങ്ങനെ കുട വാങ്ങി കൊടുക്കാനാ? അതൊരു കുഴപ്പമില്ല. നീ പോയിട്ട് റേഷൻ കൊണ്ടുവാ. നാളെ രാവിലെ തന്നെ ബസാറിലേക്ക് ഒന്ന് പോവാനുണ്ട്. ഞാൻ അവിടെ പോയിട്ട് കൂടിയൊക്കെ വിറ്റിട്ട് വന്നേക്കാം. ശരി. ഹരിയയും ധാരയും കുടയ്ക്ക് വേണ്ടി കുടുക്കയിൽ കാശ് ചേർത്ത് വെക്കാൻ തുടങ്ങി. പക്ഷേ മാസം മുഴുവൻ ചേർത്ത് വെച്ചതിനു ശേഷവും 100 രൂപ പോലും തികഞ്ഞില്ല. ഇത്രയും കുറഞ്ഞ കാശുകൊണ്ട് കുട എങ്ങനെ വാങ്ങാനാ? അറിയില്ല. ഇപ്പോ മഴക്കാലം വരാനുണ്ട്. ഗോപാൽ എങ്ങനെയാണ് സ്കൂളിലേക്ക് പോവുകയെന്നറിയില്ല. ഞങ്ങളുടെ പൊന്നു ദൈവമേ, ഞങ്ങളെ ഒന്ന് സഹായിക്കണേ. അവർ രണ്ടുപേരും അവരുടെ കുലദൈവത്തോട് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി മൊത്തം കുടുംബവും മഴയെക്കുറിച്ച് ആലോചിച്ച് വിഷമത്തിലായിരുന്നു. ഗോപാൽ ജനലിൽ കൂടി പുറത്തു നോക്കിക്കൊണ്ടേയിരുന്നു. പുറത്തു പെയ്യുന്ന കനമഴ കണ്ട് അവനെന്തു തോന്നിയെന്നാൽ, ഞാൻ എങ്ങനെയാണ് സ്കൂളിൽ പോവുക? ഇത്രയും വേഗമായിട്ട് മഴ പെയ്താൽ ബുക്കൊക്കെ നനഞ്ഞു പോവല്ലോ. ഇന്ന് സ്കൂള് ലീവ് വിട്ടാൽ നന്നായിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു. എന്റെ ദൈവമേ, എന്നെ ഒന്ന് സഹായിക്കൂ. ഗോപാലിനോടൊപ്പം ചേർന്ന് ഹരിയയും വളരെ വിഷമത്തിലായിരുന്നു. അടുത്ത ദിവസം രാവിലെ മഴ വീണ്ടും അധികരിച്ചു. അമ്മേ, ഈ മഴ നിൽക്കുന്ന പോലെ അറിയുന്നില്ലല്ലോ. എനിക്ക് സ്കൂളിലേക്ക് പോണോ അമ്മേ? ചിന്ത കളയൂ ഗോപാൽ, എല്ലാം നല്ലതായിട്ടേ നടക്കൂ. ഗോപാൽ ദിവസം മുഴുവൻ ആ മഴ നോക്കിക്കൊണ്ടേയിരുന്നു. അവന് വലിയ വിഷമം തോന്നി, കാരണം അവൻ സ്കൂളിലേക്ക് പോകാൻ ആഗ്രഹിച്ചു. പക്ഷെ ഇത്രയും മഴയിൽ അവന് സ്കൂളിലേക്ക് പോകാൻ അവന് സഹായത്തിനൊന്നുമില്ലായിരുന്നു. അച്ഛൻ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നത് നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം എന്നല്ലേ? ഞാൻ അദ്ദേഹത്തിനടുത്ത് ഇങ്ങനെ വാശി പിടിച്ചാൽ അദ്ദേഹം എവിടെയാണ് ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റും? നമ്മൾ കുറച്ച് ദിവസത്തേക്ക് സ്കൂൾ പോകാണ്ടിരുന്നാൽ എല്ലാം നന്നായിട്ട് വരും തോന്നുന്നു. ഹരിയ ഗോപാൽ വിഷമിക്കുന്നത് കണ്ടു. സമയം രാത്രിയായി. എല്ലാരും കിടന്നുറങ്ങി. അടുത്ത ദിവസവും അതേ അവസ്ഥയായിരുന്നു. മഴയുടെ വേഗത അധികരിച്ചുകൊണ്ടേയിരുന്നു. ഗോപാൽ സ്കൂളിലേക്ക് പോകാൻ പറ്റിയില്ല. ഇപ്പോൾ അവൻ വീണ്ടും കൂടുതൽ വിഷമിച്ചു. ഹേ ദേവി, എന്റെ പ്രാർത്ഥന നീ കേൾക്കൂ. മഴ നിർത്തൂ, എനിക്ക് സ്കൂളിൽ പോയേ പറ്റുള്ളൂ. ഗോപാലിന്റെ ഈ പ്രാർത്ഥന കേട്ട് ഹരിയയ്ക്കും വളരെ വിഷമമായി. എന്തുപോലെ ഒരു അച്ഛനാണ് നീ? നിന്റെ മകന്റെ ഈ ചെറിയ ആഗ്രഹം പോലും നിനക്ക് നടത്താൻ പറ്റില്ലേ? നിന്നെ കൊണ്ട് ആ കാര്യം പോലും ചെയ്യാൻ പറ്റില്ലേ? ആ ദിവസവും കടന്നുപോയി. 3 പേരും ആഹാരം കഴിച്ചിട്ട് കിടന്നുറങ്ങി. ഹരിയയുടെ സ്വപ്നത്തിൽ അദ്ദേഹത്തിന്റെ കുലദേവി വന്നു. ഹരിയ, നീ നിന്നെ ഇത്ര കുറവായിട്ട് കരുതാൻ പാടില്ല. നിന്റെ കൈകളിലാണ് നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരമുള്ളത്. എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മേ. നീ മുളക്കൊമ്പുകൾ ഉപയോഗിച്ച് കുടകൾ ചെയ്യൂ. അതുകൊണ്ടോ? അങ്ങനെ തന്നെ ആവട്ടെ അമ്മേ. പെട്ടെന്ന് ഹരിയയുടെ ഉറക്കം ഉണർന്നു. അവൻ വീട്ടിൽ വെച്ചിരുന്ന മരക്കഷ്ണങ്ങൾ നോക്കി. പിന്നീട് മുള കഷ്ണങ്ങളും നോക്കി. പിന്നീട് മരക്കഷ്ണങ്ങളും മുളയും ഉപയോഗിച്ച് ഒരു കുട ചെയ്തു കഴിഞ്ഞു. രാവിലെ ഗോപാൽ എണീറ്റ് നോക്കിയപ്പോൾ അവന്റെ മുൻപിൽ ഒരു കുടയുണ്ടായിരുന്നു. മരത്ത് കൊണ്ട് കുടയോ? അച്ഛാ, നിങ്ങളാണോ ഇത് ചെയ്തിരിക്കുന്നത്? അതെ മോനെ,
നീ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ്. അതും നനയാതെ പോകാം. വളരെ നന്ദിയുണ്ട് അച്ഛാ, വളരെ വളരെ നന്ദിയുണ്ട്. അന്ന് ഗോപാൽ വളരെ സന്തോഷത്തോടെ സ്കൂളിലേക്ക് പോകാനായി ഒരുങ്ങി. പിന്നെ അവന്റെ മുളക്കമ്പുകൾ കൊണ്ടുണ്ടാക്കിയ കുടയെടുത്തുകൊണ്ട് തിരിച്ചു. പോകുന്ന വഴിയിൽ ഒരുപാട് ആൾക്കാർ ആ മുളക്കുട കണ്ട് ആശ്ചര്യത്തിലായി. സ്കൂളിൽ പോയതിനു ശേഷവും അവന്റെ മാസ്റ്ററിന്റെ ശ്രദ്ധ അവൻ കൊണ്ടുവന്ന കുടയിലായിരുന്നു. അത്ഭുതം തന്നെ. ഈ കട്ട കൊണ്ട് ആരാണ് കൊട ഉണ്ടാക്കിയത്? എന്റെ അച്ഛനാണ് ഉണ്ടാക്കിയത്. വളരെ നല്ല കാര്യം തന്നെ. ഇതുപോലുള്ള ഒരു കൊട ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. നിന്റെ അച്ഛനോട് പറഞ്ഞിട്ട് എനിക്ക് ഇതുപോലെ ഒരു കൊട ഉണ്ടാക്കി തരാൻ പറ്റുമോ? ഓ, പറയാലോ, തീർച്ചയായിട്ടും. ശരി, വാ, നിങ്ങളുടെ വീട്ടിലേക്ക് പോവാം. ഗോപാൽ മാസ്റ്ററിനെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. നിങ്ങൾ ഒരു നല്ല കലാകാരൻ തന്നെയാണ്. എനിക്ക് നിങ്ങൾ ഇതുപോലെ ഒരു 10 കൊട ചെയ്യാൻ പറ്റുമോ? ആ, തീർച്ചയായിട്ടും മാസ്റ്റർ സാർ. മാസ്റ്റർ ഹരിയയ്ക്ക് 1000 രൂപ അഡ്വാൻസ് നൽകി. ഈ കാശ് നിങ്ങൾക്ക് മതിയില്ലേ? ധാരാളം തന്നെ. ആദ്യമായിട്ടാണ് ഹരിയയ്ക്ക് ഒരേ സമയത്ത് 1000 രൂപ കിട്ടുന്നത്. ഇത്രയും കാശ് കണ്ടപ്പോൾ അവന് ഒരുപാട് സന്തോഷമായി. രാത്രി മുഴുവൻ അവൻ ആ മുളക്കമ്പുകൾ ഉപയോഗിച്ച് കുടകൾ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അടുത്ത ദിവസം എല്ലാ കുടകളും മാസ്റ്ററുടെ കയ്യിൽ നൽകി. പിന്നീടെന്താ, ഹരിയയ്ക്ക് മരക്കുടകൾ ചെയ്യാനുള്ള ഓർഡർ കിട്ടി. അവൻ കുടകൾ ചെയ്തുകൊണ്ടേയിരുന്നു. പിന്നെ ചുടെ കുടകൾ വിറ്റുപോയി. ഹരിയ തന്റെ കൂട്ടുകാരെയും തന്നോടൊപ്പം ജോലിക്കായി ചേർത്തു. 1 മാസത്തിനകം തന്നെ ഹരിയയുടെ അവസ്ഥ മൊത്തത്തിൽ മാറി. അവൻ എത്ര കാശുണ്ടാക്കിയോ അത്രയും കാശ് 1 വർഷം കൊണ്ടുപോലും അവന് കിട്ടിയില്ലായിരുന്നു. പിന്നെ ഒരു ദിവസം ഒരു ബിസിനസ്മാൻ ഹരിയെ കാണാനായി എത്തി. സാർ, നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ കൊട ഐഡിയ വളരെ നന്നായിട്ടുണ്ട്. അതിൽ വേസ്റ്റേജ് വളരെ കുറവായിട്ടുണ്ട്. ഈ ഈക്കോ ഫ്രണ്ട്ലി കൊട അതിന്റെ റൈറ്റ്സ് മൊത്തം ഞാൻ വാങ്ങിക്കാന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാർ. അച്ഛാ, അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഉണ്ടാക്കുന്ന കൊട കൊണ്ട് കുറെ സാധനങ്ങൾ ആവശ്യമുണ്ടെന്ന് പറയുന്നു. അതുമാത്രമല്ലാതെ നിങ്ങളുടെ ഈ കൊട വലിയ വലിയ കടകളിൽ വിൽക്കണമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഓർഡർ തരാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഓരോരാഴ്ചയും 1000 കൊട വേണം സാർ. ഇതാ സാർ, അഡ്വാൻസ് നിങ്ങൾ വാങ്ങിച്ചോളൂ. ആ ബിസിനസ്മാൻ ഹരിയയ്ക്ക് 1 ലക്ഷം രൂപ അഡ്വാൻസ് നൽകി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഹരിയ 1 ലക്ഷം രൂപ ഒന്നിച്ച് കാണുന്നത്. ഹരിയ ഗ്രാമത്തിലെ കുറച്ചാളുകളെ കൂടി ജോലിക്കായി കൊണ്ടുവന്നു. എല്ലാരും കഠിനമായി അധ്വാനിക്കാൻ തുടങ്ങി. പിന്നീട് മുള കൊണ്ടുള്ള കുടകൾ വിൽക്കാനായി തുടങ്ങി. പതുക്കെ പതുക്കെ എല്ലാ മാളുകളിലും ഹരിയയുടെ മുളക്കുടകൾ വിൽക്കാൻ തുടങ്ങി. ഹരിയയ്ക്കും ഇതിനുവേണ്ടി ഒരു ബെസ്റ്റ് അവാർഡ് കിട്ടി. അവന്റെ എക്കോ ഫ്രണ്ട്ലി കുട ലോകം മൊത്തം വളരെ ഫേമസായി. ദേവി അമ്മേ, നിങ്ങൾക്ക് വളരെ വളരെ നന്ദിയുണ്ട് അമ്മേ. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയായിട്ടുണ്ട് അമ്മേ. എന്റെ കഷ്ടം തന്നെയാണ് എന്റെ ഒരു ഐഡിയയും. അന്നാണ് ഹരിയയ്ക്ക് ഈ ലോകത്തിലുള്ള വലിയൊരു രഹസ്യം മനസ്സിലായത്. അവൻ ആ കാര്യം മനസ്സിലായി. അവൻ മഴയെ വലിയൊരു പ്രശ്നമായി കരുതി. പക്ഷേ മഴയാണ് ഇന്ന് അവന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത്. ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്, നമ്മൾ എന്തിനെയാണോ പ്രശ്നമായി കാണുന്നത് അതിൽ തന്നെ അതിന്റെ തീരുമാനവും ഉണ്ടെന്ന്.